ഈ ബോംബ് സ്ഫോടനത്തിൽ കാർ ഓടിച്ചത് ഡോക്ടർ ഉമർ ആണെന്നുള്ളതാണ് സ്ഥിരീകരണം. DNA ടെസ്റ്റിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ആക്രമണത്തിന്റെ സൂത്രധാരൻ ഇയാളാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴുള്ള നിഗമനം. ഒരാളെ കൂടി NIA അതിനിടയിൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ ഉടൻ തുറക്കില്ല എന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ധനസുമോദ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകും. ചെങ്കോട്ട സ്ഫോടനം നടന്ന ഭാഗത്ത് നിന്ന് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സ്ഫോടനം നടന്നതിൻ്റെ ഒരു മീറ്ററുകൾ മാറിയും കൂടുതൽ ശരീര അവശിഷ്ടങ്ങൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ആ വെള്ള കർട്ടൻ കൊണ്ട് മറച്ചിരിക്കുന്ന ആ ഭാഗത്താണ് ഒരു ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി കൂടുതലും കിടന്നിരുന്നത്. അതിൽ നിന്നും ഒരു 50 മീറ്റർ അപ്പുറത്തായിരുന്നു റെഡ് ലൈറ്റിൻ്റെ ഭാഗത്താണ് കാർ പൊട്ടിത്തെറിച്ചത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ മാറിയാണ് കൂടുതൽ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു പുരുഷന്റെ കൈയുടെ ഭാഗം, ശരീരഭാഗം കടയുടെ മേൽക്കൂരക്ക് മുകളിലായിരുന്നു കണ്ടത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 500 മീറ്ററിലേറെ ശരീരഭാഗം തെറിച്ച് വീഴുകയായിരുന്നു. ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റി പരിശോധനയ്ക്ക് വേണ്ടി ഫോറൻസിക് സംഘം കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സംഭവം നടക്കുന്ന ഈ സ്ഥലത്താണ് ഈ കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വിവരം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒമർ, ഈ കാർ ഓടിച്ച് എന്ന് കരുതുന്ന ഈ ഒമറിൻ്റെ DNA സാമ്പിൾ അതിൻ്റെ പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. കാർ ഓടിച്ചത് ഒമർ ആണെന്നുള്ള ഒരു സ്ഥിരീകരണം തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഒമറിൻ്റെ മാതാവിൻ്റെ രക്തസാമ്പിളാണ് നേരത്തെ പരിശോധന നടത്തിയത്. അതിൽ നിന്നാണ് ഇത് കാർ ഓടിച്ചത് ഒമർ തന്നെയാണ് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അന്വേഷണ സംഘം കൂടുതൽ ഇടങ്ങളിലേക്ക് ഇപ്പോൾ അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കാൺപൂരിൽ നിന്നും മുഹമ്മദ് ആരിഫ് എന്ന വ്യക്തിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ തന്നെ ഭീകര പ്രവർത്തനം, അന്വേഷണം, ഭീകരാക്രമണം ഉൾപ്പെടെയുള്ളവ അന്വേഷിച്ച് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ കൂടി സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണത്തിൻ്റെ ഒരു സുപ്രധാനമായ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഈ പ്രതികളെ എല്ലാവരും ചോദ്യം ചെയ്ത് മാത്രമല്ല ഇവർക്ക് ഒരു തുർക്കി ബന്ധമുണ്ട് എന്നുള്ള ഒരു ആരോപണവും ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ സ്ഥിരീകരിക്കാത്ത വിവരം തന്നെയാണിത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്.